കുർബാനയ്ക്ക് മധ്യയുള്ള ഗാനാലോപണം അത് ലാറ്റിൻ ഭാഷയിൽ. അതെ, തീർച്ചയായിട്ടും ദിവ്യകാരുണ്യ ശുശ്രൂഷ അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വൈദികർ തിരിച്ച് വിശുദ്ധ കുർബാനയുമായിട്ട് തിരികെ വരുന്ന കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഏകദേശം അത് പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏതാനും ചില പ്രാർത്ഥനകൾ, സമാപന പ്രാർത്ഥനകൾ മാത്രമേ ഇനി അവശേഷിക്കുന്നുള്ളൂ. തുടർന്ന് നമ്മൾ പരിശുദ്ധ പിതാവിന് അവസാനമായിട്ട് യാത്ര വിടവാങ്ങൽ നൽകുന്ന നിമിഷത്തിലേക്ക് പ്രവേശിക്കുകയും ചെയ്യും. ഇപ്പോൾ ഈ അവസരത്തിൽ ചോദിക്കാൻ പറ്റുന്ന ഒരു ചോദ്യമാണോ എന്നെനിക്കറിയില്ല. പക്ഷേ സഭ, ഒപ്പം തന്നെ സഭയിലെ വിശ്വാസികൾ ആ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആരായിരിക്കും അടുത്ത പാപ്പ എന്നുള്ളത്. പ്രത്യേകിച്ച് പത്രോസിൻ്റെ സിംഹാസനം ഇപ്പോൾ ഒഴിഞ്ഞുകിടക്കുകയാണ്. ഈയിടയിൽ പോലും ആളുകൾക്ക് അത്തരത്തിൽ ആരായിരിക്കും അടുത്ത പോപ്പ് എന്ന് അറിയാൻ ഇങ്ങനെ ആഗ്രഹം ഉണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ സാധ്യത കൽപ്പിക്കുന്നത് ആർക്കാണ്? പ്രത്യേകിച്ച് നമ്മൾ പലപ്പോഴും പ്രവചനങ്ങൾക്ക് അപ്പുറമാണ് കോൺക്ലേവിൻ്റെ തീരുമാനങ്ങൾ. പ്രവചിക്കുന്ന ആളുകളൊന്നും തന്നെ മാർപ്പാപ്പയാവാൻ സാധ്യതയില്ല. കർദിനാൾ മാരിയോ ഗ്രച്ചിൻ്റെ പേര് പറയുന്നുണ്ട്, കർദിനാൾ റൈമൺ ബാക്കിൻ്റെ പേര് പറയുന്നുണ്ട്, കർദിനാൾ ലൂയിസസ് അന്റോണിയോ ടാഗറിൻ്റെ പേര് പറയുന്നുണ്ട്, കർദിനാൾ പീറ്റർ എർഡോയുടെ പേര് പറയുന്നുണ്ട്, കർദിനാൾ വില്യം ജേക്കബ്സ് ഐക്കിൻ്റെ പേര് പറയുന്നുണ്ട്. അപ്പോൾ ഈ കോൺക്ലേവുമായി ബന്ധപ്പെട്ടുള്ള ഒരുക്കങ്ങൾ ആരൊക്കെയാണ് അതിന് സാധ്യത പട്ടികയിലേക്ക് ഉള്ളത്? അതിൽ ഏതെങ്കിലും തരത്തിൽ അച്ഛനൊന്ന് പറയാൻ കഴിയുമോ? സാധാരണ രീതിയിൽ മാർപ്പാപ്പമാരുടെ വിയോഗം അല്ലെങ്കിൽ അവരുടെ കബറടക്കിന് ശേഷം വരുന്ന 1-2 ആഴ്ചകൾക്ക് ശേഷമാണ് കോൺക്ലേവുകൾ ആരംഭിക്കുന്നത്. എന്നാൽ ഇപ്രാവശ്യം 28-ാം തീയതി തന്നെ കോൺക്ലേവിൻ്റെ പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ ആരംഭിക്കുകയാണ്. അതിന് മുന്നോടിയായിട്ട് പരിശുദ്ധ പിതാക്കന്മാർ, പ്രത്യേകിച്ച് കർദിനാൾമാർ ഒരുമിച്ചിരുന്ന് കോൺക്ലേവിൻ്റെ അവസരത്തിൽ ധ്യാനിക്കുന്ന ഒരു സന്ദർഭം കൂടിയുണ്ട്. അതിന് നമ്മൾ മനസ്സിലാക്കുന്നിടത്തോളം വത്തിക്കാൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ധ്യാനഗുരുവായിട്ടുള്ള കർദിനാൾ കന്തലമെസ്സ തന്നെയാണ് ഇപ്രാവശ്യം ഒരുക്കമായിട്ടുള്ള ധ്യാന ചിന്തകൾ പങ്കുവയ്ക്കുന്നത്. അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ കാലഘട്ടം മുതൽ ബെനഡിക്റ്റ് മാർപ്പാപ്പയുടെ സമയത്തും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മോടൊപ്പം യാത്ര ചെയ്ത ഇന്ന് നിത്യയാത്ര പറഞ്ഞ് പിരിഞ്ഞു പോകുന്ന പരിശുദ്ധ പിതാവ് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ കാലഘട്ടത്തിലുമൊക്കെ വത്തിക്കാന് വേണ്ട, പ്രത്യേകിച്ച് കർദിനാൾമാർക്ക് വേണ്ട ഒരുക്കങ്ങൾ ധ്യാനത്തിലൂടെ നൽകിയിരുന്നത് കന്തലമെസ്സയാണ്. അപ്പോൾ തീർച്ചയായിട്ടും ദൈവത്തിൻ്റെ ഒരു പ്രത്യേകമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് തന്നെയാണ്. വോട്ടിംഗ് സിസ്റ്റമൊക്കെ ഉണ്ട്. പലപ്പോഴും നമ്മൾ കാണുന്നത് മീഡിയയും അതുപോലെ തന്നെ ഇതിന് പരിചിതമുള്ള ആൾക്കാരുമൊക്കെ പ്രവചിക്കുന്നതിൽ വ്യത്യസ്തമായിട്ടുള്ള സാധാരണ വ്യക്തികളാണ് പരിശുദ്ധ പിതാക്കന്മാരായിട്ട് സഭയെ നയിക്കുവാനായിട്ട് കടന്നു വരുന്നത്. അപ്പോൾ എന്നാലും ഇപ്രാവശ്യം മീഡിയ അല്ലെങ്കിൽ സമൂഹം ഒരുപാട് പേരെ മുൻനിർത്തി പറയുന്നുണ്ട്. ധാരാളം പേരുടെ പേരുകൾ ഇതിനോടകം തന്നെ മാധ്യമങ്ങളിലൂടെ, സോഷ്യൽ മീഡിയകളിലൂടെയും ഒക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. പ്രത്യേകിച്ച് ഫിലിപ്പൈൻസിൽ നിന്നുള്ള കർദിനാൾ താഗിളെ പ്രത്യേകമായിട്ട് അദ്ദേഹത്തിൻ്റെ പേരുകൾ മുഴങ്ങി കേൾക്കുന്നുണ്ട്. വത്തിക്കാൻ്റെ ഒരു ഡിക്കാസ്ട്രിയുടെ ചാർജുള്ള കർദിനാളാണ് അദ്ദേഹം. ഒരു ഡാൻസിങ് കർദിനാൾ എന്നുകൂടി അറിയപ്പെടുന്ന വ്യക്തിയാണ്. നന്നായിട്ട് ഡാൻസ് ചെയ്യാൻ, യുവജനങ്ങളെ കൈകാര്യം ചെയ്യുവാനായിട്ട്, അതുപോലെ തന്നെ നല്ലൊരു പ്രതീക്ഷയായിട്ടുമൊക്കെ യുവജനങ്ങൾക്ക് അനുഭവപ്പെടുന്ന ഒരു കർദിനാളാണ് അദ്ദേഹം. വളരെ ഇംഗ്ലീഷ് ഭാഷയിൽ അദ്ദേഹത്തിന് വളരെയധികം പ്രാവീണ്യമുണ്ട്. വളരെ ജനകീയനാണ്. പ്രത്യേകിച്ച് ഫിലിപ്പൈൻസിലെ മനിലായിൽ ആർച്ച് ബിഷപ്പായിരുന്നപ്പോൾ തന്നെ ഒരുപാട് ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ നടപ്പിലാക്കുവാനും പെട്ടെന്ന് തന്നെ യുവജനങ്ങളെയും കൗമാരക്കാരെയും അദ്ദേഹത്തിന് അവരോട് ഹൃദയം കൊണ്ട് ഐക്യപ്പെടുവാനും അങ്ങനെ വളരെ സഭയ്ക്ക് ശുഭകരമായ പ്രതീക്ഷ നൽകുന്ന ഒരു കർദിനാളാണ് താഗിളെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പേര് നിരന്തരമായിട്ട് മാധ്യമങ്ങളിലൂടെ ഇപ്പോൾ കടന്നു വരുന്നുണ്ട്. തീർച്ചയായിട്ടും ഇത് മാധ്യമങ്ങളിലൂടെ അങ്ങനെ കടന്നു വരുന്നുണ്ടെങ്കിലും ആത്യന്തികമായിട്ട് ഈ ദിവസങ്ങളിലെ ധ്യാന ചിന്തകളും പരിചിന്തനങ്ങളും പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന സിനഡ് സമൂഹവുമാണ്, അല്ലെങ്കിൽ കർദിനാൾമാരുടെ സംഘവുമാണല്ലോ ഇപ്രകാരം ഒരു തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതുകൊണ്ട് നമുക്ക് കാത്തിരുന്നേ മതിയാകൂ. ദൈവം ശക്തമായിട്ട് പ്രവർത്തിച്ച് കാലഘട്ടത്തിന് യോജിക്കുന്ന ഒരു വ്യക്തിയെ തന്നെ തിരഞ്ഞെടുക്കട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. അതെ, തീർച്ചയായിട്ടും കോൺക്ലേവ് കൂടി, ഒപ്പം തന്നെ സിനഡ് തീരുമാനം പ്രത്യേകിച്ച് കർദിനാൾമാരുടെ കോൺക്ലേവിനകത്ത് മാത്രമേ അത് കൃത്യമായിട്ട് നമുക്ക് അറിയാൻ കഴിയുകയുള്ളൂ. പക്ഷേ പലരും ആഗ്രഹിക്കുന്നുണ്ട് എന്നെങ്കിലും ഒരു കാലത്ത് ഏഷ്യയിൽ നിന്ന് ഒരു പോപ്പ് ഉണ്ടാകുമോ എന്ന്. നമ്മളെല്ലാം തന്നെ അത് ആഗ്രഹിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് ഏഷ്യയിൽ നിന്നുള്ളൊരു മാർപ്പാപ്പ അത് ചരിത്രത്തിൽ ഇടം പിടിക്കുമോ എന്നൊക്കെ ഇങ്ങനെ നോക്കാറുണ്ട്. ഇപ്പോൾ ദിവ്യബലിയുടെ പരിസമാപ്തിയിലേക്ക് പോവുകയാണ്. ഒരു കാര്യം കൂടെ അച്ഛന് ഒന്ന് ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. സാധാരണഗതിയിൽ മാർപ്പാപ്പമാരുടെ ഈ
ഭൗതിക ശരീരം ആ പെട്ടി ചുമക്കുന്നതൊക്കെ സ്വിസ് ഗാർഡുകളായിരിക്കും, അല്ലെങ്കിൽ വൈദികരൊക്കെ ആയിരിക്കും. പക്ഷേ ഇത്തവണ മാർപ്പാപ്പ പറഞ്ഞിട്ടുണ്ടായിരുന്നു സാധാരണക്കാരായിട്ടുള്ള ആളുകൾ വേണമെന്ന്. അപ്പോൾ ദരിദ്രരായിട്ടുള്ള ആളുകളാണ് ഏറ്റവും സമൂഹത്തിൻ്റെ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന പാവപ്പെട്ടവരായ ആളുകളാണ് ഏറ്റവും അവസാനം, അതായത് സെൻറ്റ് മേരി മേജർ ബസിലിക്കയിലേക്ക് പാപ്പയുടെ ഭൗതിക ശരീരം കൊണ്ടുപോകുമ്പോൾ ഈ പെട്ടി ചുമക്കുന്നത് എന്ന തരത്തിൽ ഒരു റിപ്പോർട്ടുണ്ടായിരുന്നു വത്തിക്കാനിൽ നിന്നും. അപ്പോൾ അതും ഒരു ലാളിത്യത്തിൻ്റെ പ്രതീകമായിട്ടല്ലേ കാണുന്നത്? ഒരുപക്ഷെ ആദ്യമായിട്ടല്ലേ ഇങ്ങനൊരു സംഭവം? അതെ, തീർച്ചയായിട്ടും ആദ്യമായിട്ടാണ്. സാധാരണ രീതിയിൽ ശവമഞ്ചം ചുമക്കുന്ന സ്വിസ് ഗാർഡ് അല്ലെങ്കിൽ അതിനോടനുബന്ധിച്ചുള്ള വ്യക്തികളായിരുന്നു. വളരെ പരിചിതമായിട്ടുള്ള ഒരു കാര്യം പോലെ തന്നെയാണ് വത്തിക്കാൻ ഈ കാര്യം അനുഭവപ്പെട്ടിരുന്നത്. എന്നാൽ ഈ വർഷം ഈ പ്രകാരം പരിശുദ്ധ പിതാവിൻ്റെ വിയോഗം, അദ്ദേഹത്തിൻ്റെ മരണപത്രമൊക്കെ ആവശ്യപ്പെടുന്നത് സാധാരണക്കാരാൽ അനുഗമിക്കപ്പെടുന്ന ഒരു പാപ്പ അദ്ദേഹത്തിൻ്റെ ജീവിതം പോലെ തന്നെ നൈർമല്യമായിട്ട് ദരിദ്രരുടെ പക്ഷം, പ്രത്യേകിച്ച് അദ്ദേഹം ലാറ്റിൻ അമേരിക്കൻ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ, ലിബറേഷൻ തിയോളജിയുടെ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ, അതുപോലെ തന്നെ താഴേക്കിടയിൽ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ ഇടയിൽ വളർന്നു വന്ന പാപ്പ എന്നുള്ള രീതിയിൽ, അഭയാർത്ഥികളുടെ പാപ്പ എന്നുള്ള രീതിയിൽ തൻ്റെ ജീവിതത്തിലെ ലാളിത്യത്തെ മുറുകെ പിടിക്കുകയും അതുപോലെ തന്നെ ജീവിതത്തിലെ ഏറ്റവും സാധാരണക്കാരൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ മതി, മറ്റൊരു പ്രിവിലേജ് ഒന്നും വേണ്ട എന്ന് ശാഠ്യം പിടിക്കുകയും അല്ലെങ്കിൽ ആ താല്പര്യം കാണിക്കുകയും ചെയ്യുന്ന പരിശുദ്ധ പിതാവ് ഇപ്രകാരം ഒരു തീരുമാനമെടുത്തതിൽ സഭയിലെ പിതാക്കന്മാർക്കോ വ്യക്തികൾക്കോ യാതൊരുവിധ അത്ഭുതവുമില്ല. പക്ഷേ ഇതൊരു വിശുദ്ധൻ്റെ യാത്രയാണ്. സഭയെ ധൈര്യപൂർവ്വം ശക്തമായ നിലപാടുകളിലൂടെ ഈ കാലഘട്ടത്തെ നയിച്ച പരിശുദ്ധ പിതാവിൻ്റെ അന്തിമയാത്രയാണ്. തീർച്ചയായിട്ടും അദ്ദേഹം ആഗ്രഹിച്ച സാധാരണക്കാരാൽ ചുറ്റപ്പെട്ട് നിൽക്കുവാനാണ്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള വ്യക്തികൾ തന്നെ ശവമഞ്ചം ചുമക്കുവാൻ, തന്നെ വഹിക്കുവാനായിട്ട് ഉണ്ടാകുന്നതാണ് നല്ലതെന്ന് പരിശുദ്ധ പിതാവ് പല ആവർത്തി